കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച ബിനോയ് തോമസിന്റെ കുടുംബത്തിന് ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകും. ചാവക്കാട് നഗരസഭ പ്രത്യേക കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. വടക്കാഞ്ചേരി നഗരസഭാ കാര്യാലയം കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകർ ഉപരോധിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച പി.ആർ. അരവിന്ദാക്ഷനെ കൌൺസിൽ യോഗത്തിൽ പങ്കെടുപ്പിക്കരുതെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. അതിരപ്പള്ളി അടിച്ചിൽത്തൊട്ടിയിൽ കാട്ടാൻ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനോടിയ ആദിവാസി യുവാവിന് കുഴിയിൽ വീണ് പരിക്കേറ്റു. പാലപ്പള്ളി കുണ്ടായി ചൊക്കന റോഡിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. ചതിക്കുഴിയായി കൊടുങ്ങല്ലൂർ നഗരത്തിലെ ചന്തപുര ജംഗ്ഷൻ റോഡ്. പാവറട്ടി പൂവത്തൂർ റോഡ് തകർന്ന് അപകടക്കെണിയായി. സംസ്ഥാന ഇന്റർ പോളി കലോത്സവം കുന്നംകുളത്ത് തുടരുന്നു. 45 പോയിന്റുമായി കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് മുന്നിൽ. നമസ്കാരം. വാർത്തകൾ വിശദമായി. കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച ബിനോയ് തോമസിന്റെ കുടുംബാംഗങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകും. ചാവക്കാട് നഗരസഭ പ്രത്യേക കൌൺസിൽ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. നഗരസഭാ തീരുമാനം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൈമാറുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. ലൈഫ് ഭവന പദ്ധതിയുടെ ഫണ്ടിന് പുറമെ CSR ഫണ്ടുകളും ലഭ്യമാക്കും. റവന്യൂ മന്ത്രി കെ രാജൻ ബിനോയ് തോമസിന്റെ വീട് സന്ദർശിച്ചതിന് ശേഷം വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക കൌൺസിൽ യോഗം ചേരുവാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് പ്രത്യേക കൌൺസിൽ യോഗം ചേർന്ന് ബിനോയ് തോമസിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനമെടുത്തത്. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ കെ മുബാറക്, പ്രതിപക്ഷ നേതാവ് KV സത്താർ തുടങ്ങിയവർ സംസാരിച്ചു. 3 സെന്റ് സ്ഥലത്ത് ഷെഡിലാണ് ബിനോയും കുടുംബവും താമസിച്ചിരുന്നത്. കഴിഞ്ഞ ജൂൺ 4-നാണ് ബിനോയ് തോമസ് കുവൈറ്റിലേക്ക് ജോലിക്ക് പോയത്. ലേബർ ക്യാമ്പിലുണ്ടായ അഗ്നിബാധയിലാണ് സ്വപ്നങ്ങൾ ബാക്കിവെച്ച് ബിനോയ് തോമസ് എന്നേക്കുമായി പറന്നകന്നു പോയത്. ഭൂരഹിത ഭവനരഹിത ലിസ്റ്റിൽ പെട്ട ഒരു കുടുംബമാണ് എന്നുള്ളത് കൊണ്ട് അടിയന്തരമായി അവർക്ക് വീട് വെച്ച് നൽകുന്നതിനാണ് ഇന്നത്തെ കൗൺസിൽ യോഗം തീരുമാനിച്ചത്. നമുക്ക് ലൈഫ് പദ്ധതി പ്രകാരം ലഭിക്കുന്ന ഈ തുക ഉപയോഗിച്ച് പണി പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിവിധ ഏജൻസികളിൽ നിന്നുള്ള CSR ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തി നമ്മൾ ആ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് നൽകും. അതിനായി കനറ ബാങ്കിന് അവരുടെ CSR ഫണ്ട് ലഭ്യമാക്കുന്നതിന് നമ്മൾ ഇന്ന് തന്നെ ലെറ്റർ കൊടുക്കാനായിട്ട് ഞങ്ങൾ ഇന്നലെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി നഗരസഭാ കാര്യാലയം കോൺഗ്രസ് പ്രവർത്തകരും പ്രതിപക്ഷ കൌൺസിലർമാരും ചേർന്ന് ഉപരോധിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ പി.ആർ. അരവിന്ദാക്ഷനെ കൌൺസിൽ യോഗത്തിൽ പങ്കെടുപ്പിക്കരുതെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകരും കൌൺസിലർമാരും ചേർന്ന് നഗരസഭാ കാര്യാലയം ഉപരോധിച്ചത്. കോൺഗ്രസ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ഇസ്മായിൽ, CH ഹരീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. ഉപരോധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ SAA ആസാദ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി PN വൈശാഖ്, DCC ജനറൽ സെക്രട്ടറിമാരായ PJ രാജു, NR സതീശൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ് തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ പി.ആർ. അരവിന്ദാക്ഷനെ കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് BJP. നഗരസഭാ ഓഫീസിന് മുന്നിൽ BJP വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ BJP മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി S. രാജു, വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ കവിത കൃഷ്ണനുണ്ണി, മണ്ഡലം സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. അതിരപ്പള്ളി അടിച്ചിൽത്തൊട്ടിയിൽ കാട്ടാൻ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനോടിയ ആദിവാസി യുവാവിന് കുഴിയിൽ വീണ് പരിക്കേറ്റു. അടിച്ചിൽത്തൊട്ടിയിലെ മുരുകസ്വാമിക്കാണ് പരിക്കേറ്റത്. മലക്കപ്പാറയിൽ നിന്നും സുബ്രൻ എന്ന മറ്റൊരു യുവാവുമായി താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ വഴിയിൽ നിന്ന് ആന ഇവരുടെ അടുത്തേക്ക് പാഞ്ഞടുക്കുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥമോടിയ മുരുകസ്വാമി സമീപത്തെ ട്രഞ്ചിൽ വീണു. കാലിന്റെ വിരലുകൾക്ക് ഒടിവ് പറ്റിയ ഇയാളെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമീപത്തെ BSNL ടവറിൽ ഓടിക്കയറിയതിനാൽ സുബ്രൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊമ്പൻ കബാലിയാണ് ഇവരെ ആക്രമിക്കാനെത്തിയതെന്ന് പറയുന്നു.
പാലപ്പിള്ളി കുണ്ടായി ചൊക്കന റോഡിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. തുടർച്ചയായി 2ാം ദിവസമാണ് ആനകൾ റോഡിലിറങ്ങിയത്. റോഡിൽ ആനകൾ നിലയുറപ്പിച്ചതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുട്ടികൾ ഉൾപ്പെടെ 10ലേറെ ആനകളാണ് പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത്. റബ്ബർ തോട്ടങ്ങളിൽ നിന്ന് ആനകൾ പല സമയങ്ങളിൽ റോഡ് മുറിച്ച് കടക്കുന്നത് യാത്രക്കാരെ ആശങ്കയിലാക്കുന്നുണ്ട്. വഴിയോരത്ത് ആനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടും വനപാലകർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അതേസമയം വഴിയോരത്ത് നിൽക്കുന്ന ആനകളെ കാണാനും ഫോട്ടോയെടുക്കാനും യാത്രക്കാർ വാഹനം നിർത്തി നിൽക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുമെന്നും ആനകളെ പ്രകോപിതരാക്കുന്ന യാത്രക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും വനപാലകർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം നിരവധി പേരാണ് ആനകളെ കാണാനെത്തിയത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരാണ് ആനകളെ കാണാൻ എത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം ആനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലെത്തിയത് നാട്ടുകാരെയും തോട്ടം തൊഴിലാളികളെയും ഭീതിയിലാക്കിയിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ നഗരത്തിലെ ചന്തപുര ജംഗ്ഷൻ യാത്രക്കാർക്ക് ചതിക്കുഴിയൊരുക്കുകയാണ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ചന്തപുരയിൽ 200 മീറ്ററോളം ദൂരമുള്ള റോഡിൽ 100 കണക്കിന് കുഴികളാണുള്ളത്. കുഴിയിൽ വീഴാതെ വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നുപോകാനാകില്ല. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ളത്. റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ തുടർച്ചയായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ദേശീയപാത അധികൃതർ നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ നഗരസഭാ അധികൃതരും മറ്റ് ജനപ്രതിനിധികളും വിഷയം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഒരു ഭരണാധികാരികളോ ആരും തന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടുത്തെ ജനങ്ങൾക്കും ബുദ്ധിമുട്ട്, ഞങ്ങൾക്കും ബുദ്ധിമുട്ട്. ഒരുപാട് അപകടങ്ങൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ടൂ വീലറുകാർ ഈ കുഴി കുറച്ചും കൂടി വെള്ളം വന്നു കഴിഞ്ഞാൽ കുഴി ഏതാണോ റോഡ് ഏതാണെന്നോ ഒന്നും മനസ്സിലാവില്ല. അവർ വന്ന് അതിൽ വീഴ, ഞങ്ങൾ എടുത്ത് പൊക്കി ആശുപത്രിക്ക് കൊണ്ടുപോകാം. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടയർ നോക്കിയാൽ ഇപ്പൊ തന്നെ പോകാറുണ്ട്. ആഴ്ചയിൽ പങ്കോട്ടിക്കാണ് ഒരു നിവൃത്തിയില്ലേട്ടാ. എങ്ങനെ ജീവിക്കാന്ന് ഒരു രക്ഷയില്ല. കാലങ്ങളതിൽ പൊളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് നടക്കാൻ പറ്റണ്ടേ? വണ്ടികൾ പോയിട്ടുണ്ട്. എന്താ ചെയ്യാം? നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ ഒന്നായ ചന്തപുരയിലെ തകർന്ന റോഡും വെള്ളക്കെട്ടും ദുരിതയാത്ര സമ്മാനിക്കുമ്പോൾ പരിഹാരത്തിനായി ആരെ സമീപിക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പാവറട്ടിയിൽ നിന്നും പൂവത്തൂരിലേക്കുള്ള 2 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ ഒരു ഭാഗം തകർന്ന് അപകടക്കെണിയായി മാറി. റോഡിന്റെ ഒരു ഭാഗം ടാറിംഗ് ചെയ്തും മറുഭാഗം തകർന്ന് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട അവസ്ഥയിലുമാണ്. ഇതോടെ വാഹനയാത്ര ദുരിതമായി. കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ റോഡ് പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ പലതവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും ഇതുവരെയും നടപടിയായിട്ടില്ല. ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കുക, റോഡ് റീടാറിംഗ് എത്രയും വേഗം നടത്തുക എന്നീ ആവശ്യമുന്നയിച്ച് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധിച്ചു. റോഡരികിൽ പ്രതിഷേധ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. തകർന്ന റോഡിൽ അപകടങ്ങളിൽ നിന്നും യാത്രക്കാർ രക്ഷപ്പെടുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. തകർന്ന റോഡിൽ മഴവെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ വലിയ കുഴികൾ കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇനിയൊരു അപകടത്തിന് കാത്തുനിൽക്കാതെ റോഡ് നവീകരണം എത്രയും വേഗം പൂർത്തിയാക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് അവഗണനയും അനാസ്ഥയും തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ആം ആദ്മി പാർട്ടി രംഗത്തിറങ്ങുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ജോസ് പറഞ്ഞു. ഈ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന ഭാഗം അതികൂടെ വണ്ടികൾക്ക് ഒരാൾക്ക് നടക്കാനോ വണ്ടി കൊണ്ട് പോകാനോ പറ്റാത്ത അവസ്ഥയാണ്. വെള്ളം കയറിയിട്ടുണ്ട്, കുഴികൾ കാണാനുമില്ല. അതിൽ വണ്ടികൾ ചാടിയിട്ട് എല്ലാ ദിവസവും അപകടമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയൊരാൾ മരിച്ചിട്ട് അതിനെ ബാക്കി തുടർക്കഥ റോഡ് പെട്ടെന്ന് പണി തീർക്കാനുള്ള പരിപാടിയിലാണോ അധികൃതരുടെ ആ ഒരു മൗനം എന്ന് ഞങ്ങൾക്കറിയില്ല. TCV ന്യൂസ്, പാവറട്ടി. സംസ്ഥാന ഇന്റർപോളി കലോത്സവം കുന്നംകുളത്ത് തുടരുന്നു. 45 പോയിന്റുമായി കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജാണ് 1ാം സ്ഥാനത്ത് തുടരുന്നത്. 38 പോയിന്റുമായി പെരിന്തൽമണ്ണ പോളിടെക്നിക്കും 35 പോയിന്റുമായി പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജും 2ഉം 3ഉം സ്ഥാനത്ത് യഥാക്രമം തുടരുന്നു. 2500ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന കലോത്സവം ശനിയാഴ്ച സമാപിക്കും. ഭരതനാട്യം, നാടോടി നൃത്തം, വൃന്ദവാദ്യം തുടങ്ങി ഇനങ്ങളിലാണ് വ്യാഴാഴ്ച മത്സരങ്ങൾ നടന്നത്. അടുത്തായി 3 വ്യത്യസ്തമായ സൗണ്ടുകൾ. ഒന്നാമത്തെ സൗണ്ട് നദി നമസ്കാരം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ബസ് എങ്ങനെ കഴുകുക എന്നാണ്. അതിന് നമുക്ക് വേണ്ടത് ഹർപ്പിക്. ഈ ഹർപ്പിക് ഇട്ട് നല്ലോണം തേച്ചുരച്ച് കഴുകിയാൽ എൻ്റെ വീട് പോലെ നിങ്ങളുടെ ബസ്സും അടിപൊളിയായി തിളങ്ങും. അടുത്തായിട്ട് ഒരു മഗ്ഗുട്ടിയുടെ ശബ്ദമാണ് കാണിക്കാൻ പോകുന്നത്.
വികൃതമായ ഈ മുഖം വെച്ച് ഞാൻ എങ്ങനെ പുറത്തിറങ്ങും? സംസ്ഥാന ഇന്റർപോളി കലോത്സവ നഗരി വർണ്ണതോരണങ്ങളാൽ മനോഹരമാക്കി സംഘാടകർ. കലോത്സവം നടക്കുന്ന കുന്നംകുളം കീഴൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജാണ് ഹരിതഭംഗിയിൽ വിവിധ വർണ്ണങ്ങളുള്ള തോരണങ്ങളാൽ സംഘാടകർ അലങ്കരിച്ചത്. പ്രകൃതി സൌഹൃദ കലോത്സവമാക്കുന്നതിന്റെ ഭാഗമായാണ് തുണികൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച തോരണങ്ങൾ മാത്രം അലങ്കാരങ്ങൾക്കായി ഉപയോഗിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. കലോത്സവത്തിന്റെ പ്രധാന വഴികളിലെല്ലാം വർണ്ണാഭമായ തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കലാപ്രതിഭകൾക്ക് പുത്തൻ അനുഭവമായി. നവീകരിച്ച ചേർപ്പ് അങ്ങാടിക്കുളം കാടുപിടിച്ച് നശിക്കുന്നു. അങ്ങാടിക്കുളം നശിക്കുന്നത് സംബന്ധിച്ച് TCV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കുളത്തിന്റെ വശങ്ങൾ ലക്ഷങ്ങൾ ചെലവാക്കിയാണ് കരിങ്കല്ല് കെട്ടി പുനർനിർമ്മിച്ചത്. എന്നാൽ കുളത്തിന്റെ കരിങ്കല്ല് കെട്ടിയ ഭാഗത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്നെടുത്ത മണ്ണും കെട്ടിട അവശിഷ്ടങ്ങളും തള്ളിയതിനാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ കെട്ടിയ ഭാഗം തകർന്നു. പെരുവനംചിറ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലുള്ള കുളത്തിന് സമീപത്തുകൂടെ നിരവധി വാഹനങ്ങളാണ് ദിവസവും കടന്നുപോകുന്നത്. ബലമില്ലാത്ത ഇത്തരം നിർമ്മിതികൾ അപകട ഭീഷണിയും ഉണ്ടാക്കുന്നതായി ആക്ഷേപമുണ്ട്. ഇടിഞ്ഞ വശങ്ങൾ കെട്ടുമ്പോൾ വീണ്ടും ഇടിയാതിരിക്കാൻ കോൺക്രീറ്റ് കൊണ്ട് ബെൽറ്റ് പണിയണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ ചെവി കൊണ്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. എന്തൊക്കെ വർക്കാണോ പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് അതെല്ലാം ഇടിഞ്ഞ് വീണ്ടും ആ കുളത്തിലേക്ക് തന്നെ വീണ് ചണ്ടി നിറഞ്ഞു കൊണ്ട് കിടക്കുകയാണ്. ഇപ്പോൾ 5 വർഷമായിട്ട് ഇതുവരെ ഒരാൾക്ക് പോലും അവിടെ ഒരു കുളിക്കാനോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാതെ വളരെ നിർജ്ജീവമായി കിടക്കുന്ന ഒരവസ്ഥയാണ്. കണ്ടാൽ സഹിക്കില്ല. പഞ്ചായത്ത് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികൾ അശാസ്ത്രീയമാണെന്ന് ആരോപണമുയരുന്നുണ്ട്. നിരവധി പേർ കുളിക്കുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്ന അങ്ങാടിക്കുളം നവീകരിക്കാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ചേർപ്പ്. കയ്പമംഗലം 3 പീടികയിൽ ഹോട്ടലിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിവന്നിരുന്ന ഇതര സംസ്ഥാനക്കാരായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബീഹാർ സ്വദേശികളായ ഇല്യാസ് ഷെയ്ഖ്, പർവേഷ് മുഷറഫ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും കയ്പമംഗലം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും ചെറിയ പൊതികളിലായി സൂക്ഷിച്ചിരുന്ന 250 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും കഞ്ചാവ് പൊതികൾ കണ്ടെത്തി. ബീഹാറിൽ നിന്നും കഞ്ചാവ് കൊണ്ടുവന്ന് ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും മറ്റുമായി ഇവർ വിൽപ്പന നടത്തിവരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 3 പീടിക അറവുശാല ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഹോട്ടൽ നടത്തിവരികയായിരുന്നു പ്രതികൾ. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M. ഷാജഹാൻ, SI മാരായ N. പ്രദീപ്, ജെയ്സൺ, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ SI പ്രദീപ്, സീനിയർ CPO IR ലിജു, മാനുവൽ, AB നിഷാന്ത്, കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPOമാരായ മുഹമ്മദ് റാഫി, ഗിരീശൻ, പ്രിയ, അനന്തു എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചാലക്കുടി നഗരസഭയിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ മാറ്റുന്നതിനുള്ള നീക്കം അവസാനിപ്പിച്ചു. കോൺഗ്രസിലെ പൈലപ്പൻ വിഭാഗത്തിന് കനത്ത പ്രഹരമേൽപ്പിക്കുന്നതായിരുന്നു പ്രശ്നപരിഹാരം. VK ശ്രീകണ്ഠൻ MP പുതിയ DCC പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ ചർച്ചയും തീരുമാനവും നഗരസഭാ ചെയർമാൻ എബി ജോർജ് ഗ്രൂപ്പിന് അനുകൂലമായി. വത്സൻ ചമ്പക്കരയെ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനാക്കണമെന്ന പൈലപ്പന്റെ ആവശ്യമാണ് നടക്കാതെ പോയത്. തൽസ്ഥാനത്തുള്ള ദീപു ദിനേശ് തുടരാൻ ധാരണയായിട്ടുണ്ട്. പകരം വത്സൻ ചമ്പക്കരയെ ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമിക്കും. പൈലപ്പൻ ഗ്രൂപ്പിലെ പ്രീതി ബാബുവിന് പൊതുമരാമത്ത് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സ്ഥാനം നൽകുമെന്നാണ് സൂചന. ക്ഷേമകാര്യത്തിൽ പുതുതായി ആനി പോൾ വരും. വികസനം, വിദ്യാഭ്യാസം എന്നീ വിഭാഗങ്ങൾ ആദ്യഘട്ടത്തിലെ ചെയർമാൻമാർ തിരിച്ചെത്തുമെന്നും സൂചനയുണ്ട്. യഥാക്രമം അഡ്വക്കേറ്റ് ബിജു ചെറിയത്ത്, AM അനിൽകുമാർ എന്നിവരാണ് തൽസ്ഥാനങ്ങളിൽ എത്തുക. വിസ തട്ടിപ്പ് പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് BJP ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി രംഗത്ത്. പ്രതികളും കോൺഗ്രസ് നേതാക്കളും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ BJP പുറത്തുവിട്ടു. വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത് ഒളിവിൽ പോയ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളായ ചെമ്പിപ്പറമ്പിൽ സുനിൽകുമാർ നിഷ ദമ്പതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് BJP കാറളം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഉന്നത നേതാക്കളുമായുള്ള ബന്ധം ചൂണ്ടിക്കാണിച്ചാണ് ഉദ്യോഗാർത്ഥികളെ കെണിയിൽപ്പെടുത്തി അവരിൽ നിന്നും പണം തട്ടിയെടുത്തത്. പ്രതികളുടെ സ്ഥാവര ജംഗമ സ്വത്തുകൾ
കണ്ടുകെട്ടി പണം നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചു നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. മുൻ MP TN പ്രതാപൻ, JP മേത്തർ MP എന്നിവരോടൊപ്പം പ്രതികൾ നിൽക്കുന്ന ചിത്രങ്ങളും BJP സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചു. ചന്ദ്രാപിനി മേഖലയിലെ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് 1 മാസം പിന്നിട്ടിട്ടും അപാകത പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിഞ്ഞില്ല. എടത്തുരുത്തി പഞ്ചായത്തിലെ 8, 9, 10 വാർഡുകളിലേക്കുള്ള ശുദ്ധജല വിതരണം നിലച്ചിട്ട് 32 ദിവസമായി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്നിടത്ത് പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് ആദ്യം കുടിവെള്ള വിതരണം മുടങ്ങിയത്. ഇതേ തുടർന്ന് 15 ദിവസം കഴിഞ്ഞാണ് ദേശീയപാത അധികൃതർ പൊട്ടിയ പൈപ്പ് നന്നാക്കിയത്. എന്നാൽ പൈപ്പ് ശരിയാക്കിയിട്ടും വെള്ളം എത്തിയില്ല. ഇതോടെ ജനങ്ങൾ പരാതിയുമായി വീണ്ടും രംഗത്തെത്തി. തുടർന്ന് വാട്ടർ അതോറിറ്റി ജീവനക്കാർ റോഡരികിലെ 10ഓളം ഭാഗങ്ങളിൽ കുഴിച്ച ശേഷമാണ് പൈപ്പിലെ തടസ്സം കണ്ടെത്തിയത്. ചന്ദ്രാപിനി ഐസ് പ്ലാന്റിന് സമീപത്തെ ആൽമരത്തിന്റെ വേര് പൈപ്പിന്റെ ജോയിന്റിലൂടെ കയറിയതാണ് വെള്ളമൊഴുക്ക് തടസ്സപ്പെടുത്തിയത്. 10 മീറ്ററോളം നീളത്തിലാണ് പൈപ്പിനകത്തു നിന്നും വേര് എടുത്തുമാറ്റിയത്. എന്നാൽ വേര് എടുത്തുമാറ്റിയിട്ടും വെള്ളം പൈപ്പിലെത്തിയില്ല. വാൽവ് തകരാറാണെന്ന് കരുതി വാൽവ് തുറന്നു നോക്കിയെങ്കിലും തകരാറ് കണ്ടെത്താനായില്ല. വിശേഷ ദിവസങ്ങളിൽ പോലും വെള്ളം കിട്ടാതായതോടെ ജനങ്ങൾ കടുത്ത അമർഷത്തിലാണ്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പെരുന്നാൾ ദിനത്തിൽ ചാമക്കാലയിൽ പ്രതിഷേധ സമരവും സംഘടിപ്പിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് ശുദ്ധജലം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കയ്പമംഗലം. ഇരിങ്ങാലക്കുട നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഞാറ്റുവേല മഹോത്സവം തികച്ചും രാഷ്ട്രീയ പ്രേരിതവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് ആരോപിച്ച് BJP കൌൺസിലർമാർ. ഞാറ്റുവേല സംഘാടക സമിതിയിലെ വിവിധ കമ്മിറ്റികളിലുള്ള സ്ഥാനങ്ങൾ രാജിവെക്കുമെന്ന് കൌൺസിലർമാർ അറിയിച്ചു. തൃശൂർ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ ഉദ്ഘാടനത്തിനോ സമാപന സമ്മേളനത്തിലേക്കോ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സംഘാടക സമിതി രാജിവെക്കുന്നതെന്ന് BJP കൌൺസിലർമാർ പറഞ്ഞു. BJP കൌൺസിലർമാരായ സന്തോഷ് ബോബൻ, TK ഷാജു, അമ്പിളി ജയൻ, ആർച്ച അനീഷ്, സ്മിത കൃഷ്ണകുമാർ, സരിത സുഭാഷ്, മായ അജയൻ, നേതാക്കളായ ലിഷോൺ ജോസ് കൽറ്റാസ്, TD സത്യദേവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നഗരസഭയുടെ ഞാറ്റുവേല മഹോത്സവ പന്തൽ നിർമ്മാണത്തിനിടെ കരാർ പണിക്കാരന് ഷോക്കേറ്റു. ആറാട്ടുപുഴ സ്വദേശി മണോത്ത് കൃഷ്ണകുമാറിനാണ് ഷോക്കേറ്റത്. ടൗൺ ഹാളിന്റെ മുൻവശത്തെ മതിലിനോട് ചേർന്ന് പന്തൽ കെട്ടുന്നതിനിടെ സമീപത്തെ വൈദ്യുതി ലൈനിൽ ഇരുമ്പ് പൈപ്പ് തട്ടിയാണ് അപകടം നടന്നത്. ഉടൻ തന്നെ സഹപ്രവർത്തകർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് മാലബൾബ് ഇടുന്നതിനിടെ സമാന രീതിയിൽ വൈദ്യുതി ലൈനിൽ തട്ടുകയും വലിയ ശബ്ദത്തോടെ തീപ്പൊരിയും മറ്റും ഉണ്ടായി വൈദ്യുത ബന്ധം തടസ്സപ്പെട്ടിരുന്നു. ഇവർ ലൈനോട് ചേർന്ന് നിന്ന് വർക്ക് ചെയ്യണ കണ്ടപ്പോൾ ഇവിടുന്ന് മുനിസിപ്പാലിറ്റിക്കും ഇതേപോലെ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ലൈനിൻ്റെ അടുത്ത് നിന്ന് ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം, ക്ലിയറൻസ് വേണം, അപകടം ഉണ്ടാകുന്ന കാര്യം ഇന്നലെ അറിയിച്ചിരുന്നു. ഇന്നിപ്പോൾ അതേ സമയത്ത് തന്നെ ഈ ലൈനിൻ്റെ അടിയിൽ ഈ കമ്പി വെച്ച് ആ കമ്പി വന്ന് കമ്പി ലൈനിലേക്ക് വീണ് ഷോക്കേറ്റ് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെയുള്ള വർക്കുകൾ ലൈനോട് ചേർന്ന് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം നമ്മൾ പൊതുവായിട്ട് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇന്നലെ മുനിസിപ്പാലിറ്റിക്ക് ഈ കാര്യം വ്യക്തമായി നമ്മൾ അറിയിച്ചിരുന്നു. പൊതുതെരഞ്ഞെടുപ്പിനെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി ചിറ്റിലപ്പള്ളി IES പബ്ലിക് സ്കൂളിൽ പാർലമെന്റ് ഇലക്ഷന് സമാനമായി തെരഞ്ഞെടുപ്പ് നടത്തി. 6 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥി പ്രതിനിധികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ജൂലൈ 4-ന് IES ഓഡിറ്റോറിയത്തിൽ വെച്ച് മാനേജ്മെന്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുമെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ P. സുജാത അറിയിച്ചു. IES പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ വിദ്യാർത്ഥി ഭാരവാഹികളെ തിരഞ്ഞെടുത്തത് പാർലമെന്ററി ഇലക്ഷൻ മാതൃകയിലാണ്. ഗ്രേഡ് 6 മുതൽ ഗ്രേഡ് 12 വരെ എല്ലാ കുട്ടികളും ഈ ഒരു ഇലക്ഷൻ പ്രൊസീജിയറിൽ പങ്കെടുത്തു. കുട്ടികളിൽ രാഷ്ട്രീയ ബോധം വളർത്തുവാനും പാർലമെന്ററി ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് മനസ്സിലാക്കുവാനും ഇത് ഒരുപാട് സഹായിച്ചു. ശുഭപ്രതീക്ഷയുടെ ഓണക്കാലത്തിലേക്ക് കടക്കുകയാണ് വാഴ കൃഷി കർഷകർ. ഓണത്തിന്റെ പ്രധാന വിഭവങ്ങളിലൊന്നായ സ്വർണ്ണവർണ്ണ ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകൾ തോട്ടങ്ങളിൽ ഒരുങ്ങുകയാണ്.
തൃശൂർ ജില്ലയുടെ സ്വകാര്യ അഹങ്കാരമായ ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുല ഭൂരിഭാഗവും കൃഷി ചെയ്യുന്നത് തലപ്പിള്ളി താലൂക്കിലാണ്. രാസവളം ചേർക്കാതെ ജൈവവളങ്ങൾ ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്കിൽപ്പെട്ട എരുമപ്പെട്ടി, വേലൂർ, മുണ്ടത്തിക്കോട്, പുഴയ്ക്കൽ ബ്ലോക്കിലെ പുത്തൂർ, തോളൂർ പ്രദേശങ്ങളിലാണ് വാഴകൃഷി സജീവമായുള്ളത്. ചെങ്ങാലിക്കോടന് ചെങ്ങഴിക്കോടൻ എന്നും ചില സ്ഥലങ്ങളിൽ പേരുണ്ട്. ഒരു കുല 12 മുതൽ 25 കിലോ വരെ തൂക്കമുണ്ടാകും. നേന്ത്രപ്പഴങ്ങളിൽ കൂടുതൽ രുചിയുള്ളത് ഈ ഇനത്തിനായതിനാൽ കായവറവിനും പഴം നുറുക്കിനും ശർക്കര വരട്ടിക്കും ഉപയോഗിക്കുന്നതിന് ആവശ്യക്കാർ ഏറെയാണ്. 3.5 മാസം മൂപ്പുള്ള കന്നുകളാണ് നടുന്നത്. തുറസായ പ്രദേശങ്ങളും ചെങ്കല്ല് മണ്ണ് പ്രദേശങ്ങളും ചെങ്ങാലിക്കോടൻ കൃഷിക്ക് അനുയോജ്യമാണ്. കാർഷിക സർവകലാശാലയുടെ വിപണന കേന്ദ്രങ്ങൾ, ഗ്രീൻ ആർമി വിപണന കേന്ദ്രങ്ങൾ, വടക്കാഞ്ചേരി ബ്ലോക്കിന് കീഴിലുള്ള കർഷകർ എന്നിവരിലൂടെ ചെങ്ങഴിക്കോടൻ തൈകൾ ലഭിക്കും. ഭൗമസൂചിക പദവി ലഭിച്ച ഈ വാഴയിനത്തിന് കേരള കാർഷിക സർവകലാശാലയിലെ ഭൗതിക സ്വത്തവകാശ സംരക്ഷണ വിഭാഗം, കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം, കൃഷിവകുപ്പ്, വടക്കാഞ്ചേരി വികസന ബ്ലോക്ക് എന്നിവരുടെ സംയുക്ത പ്രവർത്തനങ്ങളാണ് പ്രാമുഖ്യം നേടിയെടുക്കാൻ സഹായിച്ചത്. ഇപ്പോൾ 1 കിലോ പഴത്തിന് 70-ലധികം രൂപ വരും. ഓണം എത്തുമ്പോൾ വില ഉയരും. ചെങ്ങാലിക്കോടൻ വാഴ നട്ടാൽ ഒന്നും കളയാനില്ലെന്ന് അരനൂറ്റാണ്ടുകാലം കാർഷിക രംഗത്തുള്ള മുണ്ടത്തിക്കോട് പാതിരി കോട്ടുകാവ് ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന കല്ലായി ചന്ദ്രൻ പറയുന്നു. 50 വർഷമായിട്ട് ചെങ്ങാലിക്കോടൻ വാഴ കൃഷി ചെയ്യുന്ന കർഷകനാണ് ഞാൻ. ഒരു 13 വയസ്സുള്ള സമയത്ത് ഓണത്തിന് പഴം കിട്ടാതെ വന്നപ്പോൾ തുടങ്ങിയ കൃഷിയാണ്. ഓണത്തിന് പഴം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയ വാഴ കൃഷിയാണ്. അപ്പോൾ ഇതുവരെയും ചെങ്ങാലിക്കോടൻ വാഴ നമ്മൾ ഓണത്തിന് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട്. ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അന്വേഷിച്ച്. ഒരു 6 വർഷമായിട്ട് ഒരാൾ സ്ഥിരമായിട്ട് നമ്മുടെ കായ പിന്നെ കണ്ട് കൊണ്ടുപോകുന്നതാണ്. അയാൾ ഗുരുവായൂർ ഭാഗങ്ങളിലൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്തുന്നത്. ഒരു വാഴയിൽ നിന്ന് 4 കന്നുകൾ ലഭിക്കും. കന്നിന് വില 40 മുതൽ 50 രൂപ വരെയാണ്. ഒരു കുലയ്ക്ക് ചുരുങ്ങിയത് 1000 രൂപയും കന്നിലൂടെ 400 രൂപയും വരുമാനം ലഭിക്കും. സുരക്ഷിത വരുമാനമാണ് ചെങ്ങാലിക്കോടൻ കൃഷിയെ കർഷകർക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. TCV വടക്കാഞ്ചേരി. കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ പരിസ്ഥിതിയും ജൈവ വൈവിധ്യവും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നീർത്തടാധിഷ്ഠിത പദ്ധതിക്ക് മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ തുടക്കം കുറിച്ചു. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, പഞ്ചായത്ത് സെക്രട്ടറി M ശാലിനി, പ്രൊഫസർ ഡോക്ടർ KP സ്മിത, മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ അഞ്ജലി ബേക്കറി ഉടമയായ ചെറുവത്താനി സ്വദേശിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുവത്താനി സ്വദേശി മണപ്പറമ്പിൽ വീട്ടിൽ 49 വയസ്സുള്ള മുരളിയെയാണ് ബന്ധുവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനായി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള വികസന പ്രവർത്തികൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA സബ്മിഷൻ അവതരിപ്പിച്ചു. IP ബ്ലോക്ക് പൂർത്തീകരണത്തിനായി ഫണ്ട് അനുവദിക്കണമെന്ന് സബ്മിഷനിൽ MLA അഭ്യർത്ഥിച്ചു. നിർമ്മാണം പൂർത്തിയായ ഐസൊലേഷൻ വാർഡ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കണം. ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചത് രോഗികൾക്ക് ഓക്സിജൻ എത്തിക്കാൻ കഴിയും വിധം പൂർണ്ണമായി സജ്ജമാക്കണം. നിലവിൽ ഒരു ഷിഫ്റ്റ് മാത്രമായി ആരംഭിച്ചിട്ടുള്ള ഡയാലിസിസ് യൂണിറ്റ് ഷിഫ്റ്റുകൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും MLA സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. അതുപോലെ സർ, കാഷ്വാലിറ്റി എക്സ്റ്റൻഷൻ, വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ 8,35,00,000 രൂപയ്ക്കാണ് ഇതിന് ഭരണാനുമതി നൽകിയത്. 73% നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുറവശവും ഉൾവശവും 2 നിലകളുടെയും പ്ലാസ്റ്ററിംഗ് പൂർത്തിയായിട്ടുണ്ട്. ICU സംവിധാനം ഉൾപ്പെടെ ഇവിടെ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിഗണനയിലാണ്. അത് സാധ്യമാക്കും. അതും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകും. ഡയാലിസിസ് യൂണിറ്റിൻ്റെ കാര്യം ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചു. ഈ മാസം മുതൽ 2 ഷിഫ്റ്റ് അവിടെ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ഷിഫ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നിലവിൽ 14 രോഗികൾക്ക് ഈ സേവനം അവിടെ നൽകി വരുന്നുണ്ട്. തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലെ 2ാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. നിർമ്മാണ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് ദേവസ്വവും ക്ഷേത്രം ഉപദേശക സമിതിയും. 2018 ജനുവരി 23-നാണ് വിളക്കുമാടത്തിൽ നിന്ന് തീ പടർന്ന് ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗം അഗ്നിക്കിരയായത്. 1ാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന്റെ പഴയ തനിമ നിലനിർത്തി നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലെ കഴുക്കോലുകളും പട്ടികകളും കാലപ്പഴക്കത്താൽ ദ്രവിച്ചിരിക്കുകയാണ്. ഇതടക്കമുള്ളവ മാറ്റി കേടുപാടുകൾ തീർക്കുന്ന പ്രവർത്തികളാണ് നടത്തുന്നത്. ഭക്തജനങ്ങളുടെ സഹകരണത്തോടെയാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്.
വിളക്കുമാടത്തിന്റെ പണികൾ പൂർത്തിയായതിനു ശേഷം വലിയമ്പലത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് നടത്താനുള്ളത്. കർക്കിടക മാസത്തിനു മുൻപായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന് തിരുവല്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രം മാനേജർ മനോജ് കെ നായർ പറഞ്ഞു. വരുന്ന കർക്കിടക മാസത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ ദിവസവും വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും രാമായണ പാരായണവും എല്ലാം ഈ നാലമ്പല ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ആധ്യാത്മികമായ ഒരു ഉണർവുണ്ടാക്കുന്നതാണ്. പുതുക്കാട് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞു വീണു. സമീപത്തെ വീട്ടുമതിലിലേക്കാണ് പോസ്റ്റ് ഒടിഞ്ഞു വീണത്. വൈദ്യുതി കമ്പികൾ പൊട്ടിവീണെങ്കിലും വഴിയിൽ ആളുകളില്ലാതിരുന്നത് വലിയ അപകടമൊഴിവായി. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലയുടെ കീഴിൽ വരുന്ന 20 വിദ്യാലയങ്ങളിലെ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. പ്രതിഭാ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ AV വല്ലഭൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജലീൽ ആദൂർ, പത്മജ വേണുഗോപാൽ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വായനാ വാരാചരണത്തോടനുബന്ധിച്ച് പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം LP സ്കൂളിലെ വിദ്യാർത്ഥികൾ സാഹിത്യകാരന്മാരുടെ രൂപത്തിൽ വേഷപകർച്ച നടത്തി. അവരെക്കുറിച്ചുള്ള ലഘു വിവരണവും ഉണ്ടായിരുന്നു. വിദ്യാമന്ദിരം പ്രധാനാധ്യാപകൻ KR രജിത്ത് നേതൃത്വം നൽകി. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് പള്ളിയിലെ വിശുദ്ധ പൌലോസ് ലീഹായുടെ തിരുനാൾ ഈ മാസം 30-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൈക്കാട്ടുശ്ശേരി ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാനം നവംബർ 1-ന് നടക്കും. തിരുനാളിന്റെ കൊടിയേറ്റം വെള്ളിയാഴ്ച രാവിലെ ഫാദർ ഷിൻഡോ മാറോക്കി നിർവഹിക്കും. 30-ന് രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിക്കും. തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് വികാരി ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടൻ, ട്രസ്റ്റിമാരായ ലിയോ ജോസ് അക്കര, ഫെന്നി ഫ്രാൻസിസ് മുത്തിപ്പീടിക, ഡിൻസൺ വിൻസെന്റ് ചിറക്കേക്കാരൻ, തിരുനാൾ കൺവീനർ സിജോ കുരിശിങ്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ചൊവ്വന്നൂർ യൂണിറ്റിന്റെ പൊതുയോഗവും സൌജന്യ മെഡിക്കൽ ക്യാമ്പും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പൊതുയോഗം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിക്കും. പാലിറ്റീവ് യൂണിറ്റ് പ്രസിഡന്റ് CK ബാബുട്ടൻ, സെക്രട്ടറി ജിനീഷ് തെക്കേക്കര, ട്രഷറർ EF ജോയ്, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ പ്രമോദ്, വിജയൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ വൺ വേ സമ്പ്രദായം പുനഃപരിശോധിക്കണമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തദ്ദേശവാസികളെയും തീർത്ഥാടകരെയും വ്യാപാരികളെയും വൺ വേ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. നഗരസഭാ കൌൺസിൽ ഇതിന് അടിയന്തര പരിഹാരം കാണണം. കിഴക്കേനടയിൽ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായതിനു ശേഷം താഴെയുള്ള വ്യാപാരികൾ പ്രതിസന്ധി നേരിടുകയാണ്. ഈ സ്ഥാപനങ്ങളിലേക്ക് വരുന്നവരുടെ വാഹനങ്ങൾ സൌജന്യമായി പാർക്ക് ചെയ്യാൻ സംവിധാനമൊരുക്കണമെന്നും റോഡിന്റെ വശങ്ങളിലുള്ള അനധികൃത പാർക്കിംഗ് നിർത്തലാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. GMA പ്രസിഡന്റ് TN മുരളി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി റഹ്മാൻ തിരുനെല്ലൂർ, GK പ്രകാശൻ, R ജയകുമാർ, ജോഫി ചൊവ്വന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഹജ്ജ് തീർത്ഥാടകൻ മക്കയിൽ മരിച്ചു. ചേരമാൻ പള്ളിക്ക് സമീപം പുതിയ വീട്ടിൽ 66 വയസ്സുള്ള അബ്ദുൽ ഗഫൂറാണ് മരിച്ചത്.
സംസ്ഥാന തലത്തിൽ മികച്ച നാടക സംഗീത സംവിധായകനുള്ള അവാർഡ് തുടർച്ചയായി 3-ാം വർഷം നേടിയ അനിൽ മാളയെ മാള പ്രസ് ക്ലബ്ബ് ആദരിച്ചു. ആദരണീയം സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷത വഹിച്ചു. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി, വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, KJU സംസ്ഥാന ട്രഷറർ EP രാജീവ്, PK അബ്ബാസ്, PV യശ്പാൽ തുടങ്ങിയവർ സംസാരിച്ചു. തിയോളജിയിൽ ഉന്നത വിജയം നേടിയ നജീബ് ഹിഷാമി, മുഹമ്മദ് ഫായിസ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. തൃശൂർ ജില്ലാ മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KV പീതാംബരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ചാവക്കാട് നടന്ന അനുസ്മരണ സമ്മേളനം LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. PA ലജുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, CITU ഏരിയ സെക്രട്ടറി AS മനോജ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ അസമത്വമാണ് സമ്പദ് വ്യവസ്ഥയുടെ ശാപമെന്ന് സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ പാറക്കാല പ്രഭാകരൻ. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ ദശവത്സരാഘോഷത്തിന്റെ ഭാഗമായുള്ള നോളജ് സീരീസ് പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ കൂടുതൽ വിഭാഗീയതയിലേക്ക് ഇന്ത്യൻ ഭരണാധികാരികൾ തള്ളിവിടുകയാണ്. കൂലിയിലുള്ള ഏറ്റക്കുറച്ചിലുകളും തൊഴിൽ ഇല്ലായ്മയുമാണ് ജനങ്ങളുടെ മുഖ്യ ശത്രു. GDP ഉയർന്നതാണെന്ന് പറയുമ്പോഴും അസമത്വം വ്യക്തികളുടെ വരുമാനത്തെ ബാധിക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. SFI പാലിയേക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുലക്കാട്ടുകര ഹോളി ഫാമിലി LP സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ സണ്ണി ചെറിയാലത്ത് ഉദ്ഘാടനം ചെയ്തു. SFI പാലിയേക്കര ലോക്കൽ വൈസ് പ്രസിഡന്റ് സിബിൻ അധ്യക്ഷനായി. SFI ലോക്കൽ സെക്രട്ടറി അജയ്, SFI ഒല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം ആർഷ ഉണ്ണികൃഷ്ണൻ, പ്രധാനാധ്യാപിക സിസ്റ്റർ ഐശ്വര്യ, അധ്യാപിക സിസ്റ്റർ ലിസ് മരിയ തുടങ്ങിയവർ സംസാരിച്ചു. നല്ല കാര്യങ്ങൾ ചെയ്തു വളരണമെന്ന് ഒരു അപേക്ഷ കൂടി അതിനുവേണ്ടി നിങ്ങളുടെ പഠിപ്പിനും സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ പോഷക സംഘടനയായ സോഷ്യലിസ്റ്റ് OBC സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ സംഗമം സംഘടിപ്പിച്ചു. പട്ടാമ്പിയിൽ നടന്ന സംഗമം സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. SJD പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീനിവാസ് കുറുപ്പത്ത് അധ്യക്ഷനായി. SJD സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി BT രമ, OBC സെന്റർ സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് MD രാജീവ്, OBC സെന്റർ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ശാന്തകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് പെരുമ്പിള്ളിശ്ശേരി ചങ്ങരയിൽ പാടത്ത് 31 ചാക്കുകളിലായി മാലിന്യം തള്ളിയ കടയുടമയിൽ നിന്ന് 25,000 രൂപ പിഴ ഈടാക്കും. ഉരകം സെന്ററിലെ പിയ സൂപ്പർ മാർക്കറ്റ് ഉടമ അനിൽ ജഗദേരിൽ നിന്നാണ് പിഴ ഈടാക്കുകയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ചങ്ങരയിൽ പാടത്ത് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. പരിസ്ഥിതി സംരക്ഷണ നിയമം, ഖരമാലിന്യ പരിപാലന ചട്ടം എന്നിവ പ്രകാരമാണ് നടപടി. 24 മണിക്കൂറിനുള്ളിൽ മാലിന്യം പാടത്തുനിന്ന് നീക്കിയില്ലെങ്കിൽ പിഴത്തുക കൂട്ടുകയും സൂപ്പർമാർക്കറ്റിന്റെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ചങ്ങരയിൽ പാടത്ത് ചാക്കുകളിൽ മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ മെയ് മാസത്തിലും മാലിന്യം തള്ളിയതിന് പിയ സൂപ്പർമാർക്കറ്റ് ഉടമയിൽ നിന്ന് 10,000 രൂപ പിഴ ഈടാക്കിയിരുന്നു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,620 രൂപ, പവന് 52,960 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,514 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച ബിനോയ് തോമസിന്റെ കുടുംബത്തിന് ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകും. ചാവക്കാട് നഗരസഭ പ്രത്യേക കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. വടക്കാഞ്ചേരി നഗരസഭാ കാര്യാലയം കോൺഗ്രസ് BJP പ്രവർത്തകർ ഉപരോധിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച PR അരവിന്ദാക്ഷനെ കൌൺസിൽ യോഗത്തിൽ പങ്കെടുപ്പിക്കരുതെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. അതിരപ്പള്ളി അടിച്ചിൽത്തൊട്ടിയിൽ കാട്ടാൻ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനോടിയ ആദിവാസി യുവാവിന് കുഴിയിൽ വീണ് പരിക്കേറ്റു. പാലപ്പള്ളി കുണ്ടായി ചൊക്കന റോഡിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. ചതിക്കുഴിയായി കൊടുങ്ങല്ലൂർ നഗരത്തിലെ ചന്തപുര ജംഗ്ഷൻ റോഡ് പാവറട്ടി പൂവത്തൂർ റോഡ് തകർന്ന് അപകടക്കെണിയായി. സംസ്ഥാന ഇന്റർപോളി കലോത്സവം കുന്നംകുളത്ത് തുടരുന്നു. 45 പോയിന്റുമായി കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് മുന്നിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.